മൂട്ടിയുടെ പരബ്രഹ്മ മൂട്ടിയുടെ അനുഗ്രഹത്തിനായി സന്താന ഭാഗ്യത്തിനായി രൂപങ്ങൾ വാങ്ങിക്കാം. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. தனிச்சிருந்து வாழும் தவமணியே நானா தனிச்சிருந்து வாழும் கலமொழியே நானா தனிச்சிருந்து வாழும் தவமணியே நானா தனிச்சிருந்து வாழும் கலமொழியே. അങ്ങനൂടെ ഇല്ലാത്തപ്പോഴുള്ള നിങ്ങളുടെ വരവ് നിർത്തണം. നടന്നൊക്കെ നടന്നു. അതിന്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത്. നാട്ടുകാരെ കൊണ്ട് പറയിച്ച് അടങ്ങും. അതിനിപ്പോ നാട്ടിലൊക്കെ പപ്പടം എത്തിക്കണ്ടായോ? മനുഷ്യനെ അല്പം ബഹുതിരിവ് കാണിക്കണം. അതിനിപ്പോ ഗോതമ്മേ ഞാൻ മാത്രമായിട്ട് എന്ത് വകതിരിവ് കാണിക്കാനാ? ഒരു സഹകരണ അടിസ്ഥാനത്തില് നമ്മളൊരു വകതിരിവുകൾ കാണിച്ചു. അതിനിപ്പം എന്തുണ്ടായി? ഈ കുടുംബം തകർക്കരുത്. ചേടാ, മാധു പപ്പടവുമായി വീടുകളിൽ പോകുന്നു, ചെലവാക്കുന്നു, തിരിച്ചു പോകുന്നു. ആണ്ടവാ. പക്ഷെ മാധുവിനെ എവിടെയെങ്കിലും ഒതുക്കാമെന്ന് ആരും കരുതണ്ട. ഓച്ചിറ കാലം കൊണ്ടാ ഇത്രയും കാലം നടന്നതെന്ന് ഇവളുമാർക്കറിയാം. വളരെ കാളച്ചന്തയെന്നായിരിക്കും. വെറും കയറോടാണല്ലോ വരവ്. പറ്റിയ കാള ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട്. പക്ഷേ ഉപ്പൂടി ഇത്തിരി കുറവാ. മുക്കറിടാനായിരിക്കും. എന്തോന്ന് തമാശയായത് മാളവരെ. പാവപ്പെട്ട പണ്ടാരം പൊയ്ക്കോട്ടെ. വിശേഷങ്ങളെ കേട്ടിട്ട് പോവാം. ചെറിയരിക്കത്ത് 2 മൂരിയുമായി തന്റെ ലവം വന്നിരുന്നു. കച്ചവടം നടന്നില്ല. മാപ്പിളമാര് ഓച്ചറക്കാളെ കണ്ടാലും ഇറച്ചി വിലയ്ക്ക് കണ്ണുവെക്കുന്നവരാ. അവസാനം 2ന്റെയും വരിയടച്ച് വണ്ടിക്ക് കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ പോയാലോ? താനിപ്പം പപ്പടത്തിൽ പൊടി കൂടുതൽ ഇടുന്നെന്ന് കേട്ടു. പിന്നെ പപ്പടത്തിൽ പൊടി ഇടണ്ടായോ മാളവരെ? പൊടി ഇടണം, പക്ഷെ പപ്പടത്തിലെ ഇടാവൂ. വീടുകളിൽ ദിവസവും പെണ്ണുങ്ങൾ പപ്പടം പാത്രത്തിൽ നിർത്തുമ്പോ ആണുങ്ങൾ എന്തെങ്കിലും അറിയുന്നോ? ഏതായാലും ഇപ്പോ മാധുവിന്റെ പപ്പടത്തിന്റെ പൊരിച്ച മണം തെക്കോട്ടും വടക്കോട്ടും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം. മാളവര് സന്തോഷിക്കണമെന്നേ എനിക്കും ആഗ്രഹമുള്ളൂ. അതെ, സന്തോഷം. തന്റെ ഈ കവച്ചുകത്തുള്ള നടത്തേയും പപ്പടക്കൊട്ടയും മോന്തലയും മറിവെല്ലാം കാണുമ്പം സന്തോഷമല്ലേ വരത്തുള്ളൂ. കാളയുമായിട്ടായിരുന്നല്ലോ സഹവാസം. മാളവരും അങ്ങനെ തന്നെയാണല്ലോ. കാളത്തറവൻ എന്നാണല്ലോ ആളുകൾ പറയുന്നത്. കാളകൾ കൂടുമ്പം തരവന്മാരും കൂടും. കയറിന്റെ കുറവേ ഉള്ളൂ എന്ന് വെച്ചോണം. മാളവര് പറഞ്ഞത് തന്നെ ശരി. എന്നാലേ ഇത് തനിക്ക് തന്നിരിക്കണം. മാളവരെന്താ കാണിക്കുന്നത്? മോശമല്ലേ ഇത്? ആരെങ്കിലും മോശം മോശം എനിക്ക് എങ്ങനെ വെച്ചോ? ചെറിയ മറിയ കിട്ടുമെന്ന് കരുതിയാൽ മതി.
കാവിന്റെ കിഴക്കേതിൽ നാരായണന്റെ മകൻ കുട്ടപ്പൻ, കൂരാട് നക്ഷത്രം. കാവിന്റെ കിഴക്കേതിൽ നാരായണൻ മകൻ കുട്ടപ്പൻ വാടിച്ചു ഉറച്ചറിയിക്കുമ്പോൾ നാഗരാജാവ് നാഗേശ്വരൻ കേട്ട് പ്രസാദിക്കുകയും തീരാറുള്ള മഹാവ്യാധികൾ തീർക്കുകയും ദീർഘായ സമർത്ഥനങ്ങളായും നാഗരാജാവ് നാഗേശ്വരനും കേട്ട് പ്രസാദിക്കുകയും വാടിച്ചു സന്നിധിക്ക് സർപ്പദോഷത്തെ വിളിക്കുകയും ഓരാളുള്ളത്തോനെ സർപ്പദോഷം തീർത്തത. ഓങ്കാരപ്പരുടെ സച്ചിദാനന്ദ പട. ഭവാനി മഹാദേവ ഭവാനി മഹാദേവ ഭവാനി പപ്പടം മാത്രം കൊണ്ട് ഒന്നും ആവൂല. കാശുണ്ടാക്കണേൽ പന്തളത്തെ മാണപ്പണ്ണിനെ പോലെ വല്ല മുട്ടായി ബിസിനസ്സും തുടങ്ങണം. അണുകുണ്ട് എന്തൊരു ചെലവാണെന്നോ. കുറച്ച് ശർക്കര കൂടെ മതി. ഒരു ഉത്സവം കഴിയുമ്പോഴേക്കും 10 പുത്തൻ ഉണ്ടാക്കാം. കപ്പലിന്റെ മുട്ടായിക്ക് നല്ല ചെലവാ. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? 5-6 പപ്പടം ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാൽ അത് തന്നെ ശരിക്കും നടക്കത്തില്ല. കുലത്തൊഴിൽ മുടക്കരുതല്ലോ എന്ന് കരുതി ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാ. ഇതുമായിട്ടാ തോന്നുന്നു ഞാനൊന്നും പൊളിക്കത്തില്ലെന്ന്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കണ്ടില്ലേ, അപ്പനും മോളും കൂടെ വേലിയിട്ട് ഇപ്പൊ എല്ലാം നേരെയാക്കാന്ന വിചാരം. ഇവിടെ കിട്ടുമ്പോ വേറെ എടുത്ത് പൊളിക്കല, ഇവിടെ കിട്ടുമ്പോ വേറെ എടുത്ത് പൊളിക്കല. മോളുടെ കാലത്ത് ആരും വേലി പൊളിക്കാതിരുന്നാ കൊള്ളാം. വിത്തുകൂടെ എങ്ങനെയാ? വേണ്ട, ഒരു വിത്ത് അയലത്ത് നടക്കുന്നു. ഈ ഇമ്പോറ്റി മണ്ടയിലെ മറുക് രോമവുമായി ദിവസം 10 പ്രാവശ്യം ബാക്കിയുള്ളവർക്ക് അത് കാണേണ്ട ഗതികേടാ. ആണ്ടാരാത്തിരിക്കുക ഇങ്ങേരുടെ അല്ലെന്ന് പറയാൻ നിൽക്കോ? അതേടി, അവൻ എന്റെ മോൻ തന്നെ. ചായ. കുട്ടപ്പാ, വാ. കടല വേണോ?